പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ നമ്മോട് ഇവിടെ പറയാനിരിക്കുന്നു. റമദാനിൽ നാം നേടിയെടുത്ത ആത്മീയത തുടർന്ന് അങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഞാൻ ഉസൈറ നസ്രീൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ശവ്വാലിലെ 6 നോമ്പ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്, ഇൻഷാ അല്ലാഹ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും റമദാൻ 30 നോമ്പെടുക്കുകയും തുടർന്ന് ശവ്വാലിലെ 6 നോമ്പെടുക്കുകയും ചെയ്താൽ അവന് ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കും. എങ്ങനെയാണ് നമുക്ക് ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം ഇതിലൂടെ ലഭിക്കുന്നത് എന്നതല്ലേ? നമുക്കറിയാം, ഇസ്ലാമിൽ ഒരു സൽപ്രവൃത്തിക്ക് 10 ഇരട്ടി പ്രതിഫലമാണുള്ളത്. അങ്ങനെയാവുമ്പോൾ റമദാൻ 30 നോമ്പെടുത്ത ഒരാൾക്ക് 300 ദിവസം നോമ്പെടുത്ത പ്രതിഫലവും അതുപോലെ തന്നെ ശവ്വാലിലെ 6 നോമ്പെടുത്ത ഒരാൾക്ക് 60 ദിവസം നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് 360 ദിവസം നോമ്പെടുത്ത പ്രതിഫലം ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഇനി എന്തിനാണ് ശവ്വാലിലെ ഈ 6 നോമ്പ്? നമ്മുടെ ഫർള് നിസ്കാരങ്ങളിൽ വല്ല ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ അത് സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ റമദാൻ മാസത്തിൽ നാം എടുത്ത നോമ്പിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശവ്വാലിൽ എടുക്കുന്ന ഈ 6 നോമ്പിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ്. നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുന്ന വേളയിൽ നമ്മുടെ ഫറലുകളിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല ഇങ്ങനെ പറയുന്നതാണ്, ഐച്ഛികമായ വല്ല കർമ്മവും എൻ്റെ അടിമ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ നമുക്ക് നോമ്പെടുക്കാൻ തൗഫീക്ക് നൽകിയ പടച്ച റബ്ബിനോടുള്ള നന്ദി പ്രകടനം കൂടിയാണ് ശവ്വാലിലെ ഈ 6 നോമ്പ് എടുക്കൽ. ഇനി എപ്പോഴാണ് ഈ നോമ്പെടുക്കേണ്ടത്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ശവ്വാൽ 2 മുതൽ നമുക്ക് 6 നോമ്പ് എടുക്കാവുന്നതാണ്. അത് ശവ്വാലിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലോ അവസാനത്തെ ദിവസങ്ങളിലോ നടുവത്തെ ദിവസങ്ങളിലോ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടും ഇടവിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ തുടർച്ചയായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നതാണ് പല പണ്ഡിതരുടെയും അഭിപ്രായം. നമുക്കറിയാം, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ 70ഓളം വർഷം അത് നരകാഗ്നിയിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറെ മാസത്തിൽ ഏത് നോമ്പെടുത്താലും നമുക്ക് സുന്നത്ത് നോമ്പിൻ്റെ കൂലിയാണ് ലഭിക്കുക. എന്നാൽ ശവ്വാലിൽ നാം നോമ്പെടുക്കുമ്പോൾ റമദാൻ മാസത്തിലെ ഫർള് നോമ്പിൻ്റെ അതേ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ വിഷയം. നാം ഏവരും ശവ്വാൽ മാസത്തിലെ ഈ ഒരു നോമ്പ് നമ്മിൽ നിന്ന് വിട്ടുകളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.